ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിലും HSIക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ 10 ക്വസ്റ്റ്യൻസും വായിക്കും. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ കിൽസ് മാക്ബത്ത് ഇൻ ദ എൻഡ്? ഹൂ കിൽസ് മാക്ബത്ത് ഇൻ ദ എൻഡ്? ഇത് ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കും, ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും, എന്നാലും ഈസിയാണ്, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് സമയമാണെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കാം. ഞാൻ പെട്ടെന്ന് ടൈം അധികം എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ക്വസ്റ്റ്യൻസിനോട് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലേഡി ബ്രാക്നൽസ് മെയിൻ കൺസേൺ അബൌട്ട് ജാക്ക്? സോ ക്യാരക്ടേഴ്സിന് ഏതാണ് പ്ലേ എന്ന് മനസ്സിലായിട്ടുണ്ടാവും. സോ വാട്ട് ഈസ് ലേഡി ബ്രാക്നൽസ് മെയിൻ കൺസേൺ അബൌട്ട് ജാക്ക്? Next question, third question, what type of poetry does Aristotle focus on in Poetics? What type of poetry does Aristotle focus on in Poetics? Fourth question, who becomes king at the end of Macbeth? So ഈ ക്വസ്റ്റിനും ഫസ്റ്റ് ക്വസ്റ്റിനും കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്, അത് കാരണമാണ് രണ്ട് ക്വസ്റ്റ്യൻസും ഒരേ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് നോക്കുക. ഹൂ ബിക്കംസ് കിങ് അറ്റ് ദ എൻഡ് ഓഫ് മാക്ബത്ത്? Next question, what secret does Jack discover about himself at the end of the importance of being earnest? So what secret does Jack discover about himself at the end of the importance of being earnest? Next, sixth question, what does Aristotle consider to be the most important part of a tragedy? What does Aristotle consider to be the most important part of a tragedy? Seventh question, what is positive reinforcement in behaviorism? What is positive reinforcement in behaviorism? So answer എളുപ്പമാണ്, കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എയ്ത്ത് ക്വസ്റ്റ്യൻ, who conducted the famous Little Albert experiment? Who conducted the famous Little Albert experiment? Next, ninth question, what does Shelley compare the skylark to in the poem? What does Shelley compare the skylark to in the poem? Last question, ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് സോണറ്റ് 121? വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് സോണറ്റ് 121? സോ ഇതാണ് ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആൻസേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ കിൽസ് മാക്ബത്ത് ഇൻ ദ എൻഡ്? ആരാണ് മാക്ബത്തിനെ കൊന്നിട്ടുള്ളത് ആ പ്ലേയിൽ ലാസ്റ്റ്? സോ ഇതിൽ രണ്ട് ഓപ്ഷൻസാണ് കൺഫ്യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവുക, പക്ഷേ നമുക്ക് പ്ലേ നന്നായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഹൂ കിൽസ് മാക്ബത്ത് ഇൻ ദ എൻഡ്? ദറ്റ് ഈസ് ഓപ്ഷൻ ബി, മാക്ഡഫ്. ഓപ്ഷൻ ബി, മാക്ഡഫ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലേഡി ബ്രാക്നൽസ് മെയിൻ കൺസേൺ അബൌട്ട് ജാക്ക്? സോ ഈ രണ്ട് ക്യാരക്ടേഴ്സും ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റിലെയാണ്. So what is Lady Bracknell's main concern about Jack? Answer is option C, his family background. Option C, his family background. Third question, what type of poetry does Aristotle focus on in Poetics? What type of poetry does Aristotle focus on in Poetics? That is option B, tragic and epic poetry. Tragic and epic poetry. Fourth question, who becomes king at the end of Macbeth? Who becomes king at the end of Macbeth? അത് മാൽക്കം ആണ്. ഓപ്ഷൻ സി, മാൽക്കം. മാക്ബത്തിനെ കൊല്ലുന്നത് മാക്ഡഫ് ആണ്, പക്ഷേ രാജാവാവുന്നത്, കിങ് ആവുന്നത് മാൽക്കം ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് സീക്രട്ട് ഡസ് ജാക്ക് ഡിസ്കവർ അബൌട്ട് ഹിംസെൽഫ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ്? വാട്ട് സീക്രട്ട് ഡസ് ജാക്ക് ഡിസ്കവർ അബൌട്ട് ഹിംസെൽഫ് അറ്റ് ദ എൻഡ് ഓഫ് ദ play, the importance of being earnest? That is option B, his real name is Ernest. His real name is Ernest. What does Aristotle consider to be the most important part of a tragedy? What does Aristotle consider to be the most important part of a tragedy? That is option B, plot. Option B, plot. Seventh question, what is positive reinforcement in behaviorism? അതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ഓപ്ഷൻ എ, റിവാർഡിങ് എ ബിഹേവിയർ ടു ഇൻക്രീസ് ഇറ്റ്സ് ലൈക്ലിഹുഡ്. Rewarding a behavior to increase its likelihood.
Next question. Who conducted the famous Little Albert experiment? Who conducted the famous Little Albert experiment? That is option B, John B. Watson. J.B. Watson എന്ന് പറയാം, John B. Watson. Who conducted the famous Little Albert experiment? John B. Watson. Next question. What does Shelley compare the skylark to in the poem? So what does Shelley compare the skylark? That is option B, a cloud of fire. A cloud of fire. Last question. What is the main theme of Sonnet 121? What is the main theme of Sonnet 121? That is option B, the hypocrisy of society. Option B, the hypocrisy of society. So ഇതാണ് ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ്. സോ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ നോക്കുക, ഏതാണ് വീക്ക് ഏരിയ നോക്കിയിട്ട് ടോപ്പിക്ക് കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. സോ സി യു ഓൺ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.